സ്വാതി തിരുനാൾ രാമവർമ്മ 1813 മുതൽ 1846 വരെ. തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ മഹാനായ രാജാവും സംഗീതജ്ഞനുമായിരുന്നു. കേരളത്തിലെ കലയും സംസ്കാരവും ഉയർത്തിപ്പിടിച്ച ഒരു മഹാനുഭാവൻ. 1813 ജനിച്ച ഈ പ്രതിഭ 16-ാം വയസ്സിൽ രാജാവായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയം നിറഞ്ഞത് സംഗീതം കൊണ്ടായിരുന്നു. നാനൂറിൽ അധികം കൃതികൾ, സംസ്കൃതം മുതൽ മലയാളം വരെ. മോഹിനിയാട്ടവും കഥകളിയും രാജസഭയിൽ പുനർജീവിപ്പിച്ചു. ശിലയായി ഉറങ്ങിയ പത്മനാഭനെ തൻ്റെ കൺകണ്ട ദൈവമാക്കി രാജ്യഭരണം നടത്തി. തൻ്റെ ചുരുങ്ങിയ ഭരണകാലയളവിനുള്ളിൽ തിരുവിതാംകൂറിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. നക്ഷത്ര ബംഗ്ലാവ് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പൈതൃക കെട്ടിടമായി കരുതപ്പെടുന്നു. സ്വാതി തിരുനാൾ രാജാവിൻ്റെ കാലഘട്ടത്തിലെ രാജകീയ ശൈലിയുടെ ഉദാഹരണങ്ങളിലൊന്നായി പറയപ്പെടുന്നു. വിദ്യാഭ്യാസം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് രാജാസ് ഫ്രീ സ്കൂൾ, ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജ് ആരംഭിച്ചു. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് തിരുവിതാംകൂർ രാജ്യം ബ്രിട്ടീഷുകാരുമായി ശക്തമായ വ്യാപാരബന്ധം പുലർത്തിയിരുന്നു. ഇത് പ്രധാനമായും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുഖേനയാണ് നടന്നത്. തിരുവിതാംകൂർ പ്രധാനമായും മസാലകൾ, കുരുമുളക്, ഏലം, കറുവപ്പട്ട കയറ്റുമതി ചെയ്തു ബ്രിട്ടീഷുകാർ. ഈ സാധനങ്ങൾ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി തിരിച്ചായി വസ്ത്രങ്ങൾ, ആയുധങ്ങൾ, സാങ്കേതികവിദ്യകൾ എത്തിച്ചു. ഈ വ്യാപാരം രാജ്യം സാമ്പത്തികമായി ശക്തമാക്കി. വാൾബൈറ്റ് കൊട്ടാരമുറ്റത്ത് നടക്കുന്നു. മികച്ച പോരാട്ടം. വെറും 33 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഗീതം ഇന്നും ജീവിക്കുന്നു. ഓരോ രാഗത്തിലും, ഓരോ ആരാധനയിലും.